എന്തായി ഇന്നലെ ആ കാണാതായി പറഞ്ഞ ചെക്കന്റെ കാര്യം? എനിക്കും അറിയില്ല. അബീബേ, എന്തായടാ സുലൈമാക്കാന്റെ മോന്റെ കാര്യം? എന്തായിന്ന് എനിക്കും അറിയില്ല. പോലീസിന് പരാതി കൊടുത്തിക്കണ പറഞ്ഞേ. എന്താലേ പച്ച പകലൊക്കെ ഒരാളെ കാണാനില്ലാതെ പറഞ്ഞാല് എന്താണെന്ന് പഠിച്ചവനക്ക് അറിയാം. ഇനി വേറെ വല്ല ചുറ്റിത്തിരിച്ചിലോ ഇടപാട് എന്തേലും ആണോ? കാറ് കാണാൻ ഗ്ലാസ് വേഗം പൊന്തിച്ചിട്ടുകാണ്ട് AC ഇട്ടുകാണ്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോണേ. ഒരു കുടുംബക്കാരെ അയൽവാസികളെ കണ്ടാൽ പോലും ഒന്ന് നിർത്തേ. ആ പരിപാടി ഒന്നും ഇല്ലാക്കണേ. ആള് വണ്ടിയായിട്ട് ഭയങ്കര പറപ്പിച്ചലാണ്. ആളെ കണ്ടിട്ട് അങ്ങനെ ചീത്ത കൂട്ടുകെട്ടൊന്നുള്ള ആളല്ലല്ലോ ഇന്നത്തെ കാലത്ത്. അതൊന്നും അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. ആള് നമ്മളെ ഷെഫീഖിന്റെ ഒറ്റ ചങ്ങായിയാണ്. ഷെഫീഖിനെ വിളിച്ച കാര്യങ്ങൾ അറിയാം. ഇതൊന്ന് വിളിച്ചു നോക്കടാ. ഇജ്ജൊന്ന് വിളിച്ചു നോക്ക്. എനിക്ക് എന്താന്ന് അറിയാഞ്ഞിട്ട് രാത്രി പൊറുതിയേട്. എന്നാ വിളിച്ചോക്കട്ടെ. ഹലോ, ഇത് കണ്ടജി വണ്ടിന്റെ എയറോണർ MVI പിടിച്ചെടുത്തുകാണ്ട് ഇഞ്ചിനിട്ട് കണ്ട് ചാത്തരക്കണ്. എത്ര ഉറപ്പിയന്റെ മുതലാത് വാങ്ങിയവർക്കല്ല ഇപ്പൊ അതിന്റെ ഒരു വിഷമറിയുള്ളൂ. അവർക്ക് അത് വേണമെന്ന്. അവര് നമ്മളെ അടുത്ത് വന്നാണ് നമ്മളെ ചെവിക്കല്ല് പൊട്ടണ കോലത്തിലല്ല അവരെ ഓണടിച്ചണത്. അവരെ ഈ ഓണം അരച്ചാ പോരാ, ഇത് അടിച്ചണോലാണ് ഇഞ്ചൻ വെച്ചാണ്ട് അരക്കണ്ടേ. ഷെഫീഖ് അതായിരുന്നേ. അസ്സലാമലൈക്കും. എന്താടാ വരാൻ പറഞ്ഞേ? എടാ എന്താടാ എന്റെ സ്നേഹിതൻ നവാസിന്റെ കാര്യം? ഇവരിങ്ങനെ ചോദിച്ചപ്പോ ഞാൻ വിളിച്ചതാ. അതന്നെ. അതെന്തായി? ആരെ തട്ടിക്കൊണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് അന്വേഷിച്ചിട്ട് വല്ല വിവരം കിട്ടിയ? അത് തട്ടിക്കൊണ്ടുപോയതൊന്നല്ല. അവന് ഈ വണ്ടിനോടൊക്കെ കുറച്ച് ക്രൈസ് ഉള്ള ആളാ, നിനക്ക് അറിയാലോ. അപ്പൊ അവന് ഒരാൾക്കും ഡിമ്മടിച്ചു കൊടുക്കലില്ലല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് കുറെ ആൾക്കാർക്ക് നമ്മളവിടെ എല്ലാരും ഇങ്ങനെ പറഞ്ഞേ കേട്ടിരുന്നെ. അപ്പൊ ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചീനീന്റെ തൊട്ടുള്ള സ്കൂളിന്റെ ബാക്കില് അവിടെ കൊണ്ടുപോയിട്ട് ഒരു വൈകുന്നേരം തോന്നുന്നു അവനെ പിടിച്ചുകൊണ്ടേക്കാണ്ട് എന്ത് ചെയ്തേക്കണം, ഒരു മരത്തുമ്പോ കെട്ടിയിട്ടുകാണ്ട് പവറുള്ള ടോർച്ച് അവന്റെ കണ്ണുക്ക് കറക്റ്റ് തട്ടുന്ന രീതിയിൽ അടിച്ചാണ്ട് പിടിച്ചു വെച്ചിട്ടുണ്ട് അവിടെ. സാധു നല്ലോണം ഇടങ്ങാറായിക്കണേ. ഇനി ആ മേലില് ഡിമ്മടിച്ചു കൊടുക്കാതിരിക്കൂല. പിന്നെ രാവിലെയാണ് വിട്ടയച്ചത്. അതാണ് സംഭവം. അങ്ങനത്തെ അതന്നെ വേണ്ടിയത്. നമ്മൾ നേരത്തെ കണ്ട വീഡിയോയില് ഓണം അരക്കണില്ലേ, അതേപോലെ ഇങ്ങനത്തെ ഡിമ്മടിച്ചാത്തവരുടെ ലൈറ്റ് ഇതേമാതിരി അരക്കണം. മാത്രമല്ല ചില വണ്ടി മറ്റേ കണ്ണുകേട് മിന്നിച്ചിട ലൈറ്റ്, അത് കണ്ണുകേട്ട് അടിച്ച കുറച്ചേരം കണ്ണുകേട് കാണൂല. ആരും വെറുതെ വിടാൻ പാടില്ല. എന്നായിക്കോട്ടെ, ഞാൻ പോട്ടെന്നാലേ. എന്നാ ശരിയടാ. വാഹനയാത്രയായാലും കാൽനടയാത്രയായാലും ഇന്ന് റോഡിൽ ഇറങ്ങുക എന്നത് വലിയൊരു കടമ്പയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു പരിധിവരെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ കാത്തിരിക്കും